और मैंने गुजरात में जो कुछ देखा है, सुना है और अनुभव किया है, उससे मुझे भविष्य के बारे में बड़ी आशंका पैदा होती है। अगर हम मिलकर जो नया जहर पैदा हो रहा है, उन्माद, उसे मैं पागलपन का नाम दूंगा। मैं नहीं जानता जो कथाएं प्रचलित हो रही हैं वो कहां तक सच हैं, मगर जिस तरह की जातियों के समाचार मिल रहे हैं, नारियों के साथ अपमान की जिस तरह से घटनाओं की चर्चा हो रही है, उससे कभी कभी ऐसा लगता है क्या समाज का स्वरूप बदल गया है। दंगा एक चीज है, कटुता और कट्टरता भी मैं समझ सकता हूं, मगर मनुष्य का इतना गिरना कि बलात्कार हो और बलात्कार करने वाले को लज्जा न हो, शर्म से उसका सर झुक न जाए और समाज उसके लिए कठोर शब्दों का प्रयोग न करे या अपनी भावनाओं को प्रकट न करे, तो समझना चाहिए कि ऐसा रोग लग गया है, इसका अगर हमने इलाज नहीं किया तो वो हमारी सारी सभ्यता और संस्कृति को खा जाएगा। പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ അവസാനിച്ചു. 10-18 ദിവസത്തെ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചു. ആ അവസാനിച്ചത് രാജ്യം കണ്ട ഏറ്റവും നെറികെട്ട, നാണം കെട്ട, ഒരു മര്യാദയുമില്ലാത്ത ഒരു വഴിയിലൂടെയായി പോയി രാജ്യത്തിന്റെ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചത് എന്നുള്ളതാണ്. 2002 ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, ആ വാജ്പേയി പാർലമെന്റിനകത്ത് നടത്തിയ സംസാരമാണ് കേട്ടത്. ഇതിന് മരുന്ന് നമ്മൾ നൽകിയില്ലെങ്കിൽ, ഇതിന് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് രാജ്യത്തെ എല്ലാത്തിനെയും കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ അപകടമായി മാറുമെന്ന് അന്ന് ബിജെപിയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അന്ന് ഗുജറാത്ത് കലാപത്തെ പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അവിടെ ഗുജറാത്ത് കലാപത്തിൽ നടന്ന സ്ത്രീകൾക്കെതിരെ നടന്ന ആക്രമങ്ങൾ, ഗുജറാത്ത് കലാപത്തിൻ്റെ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അത് ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അന്ന് ബിജെപിയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, ബിജെപിയുടെ പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയി ഭരിക്കുമ്പോൾ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടായിരുന്നില്ല, രാജ്യത്ത് ആൾക്കൂട്ടാക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല, രാജ്യത്ത് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ വിത്തുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം അവസാനിക്കുന്ന ദിവസം നരേന്ദ്രമോദിയും അമിത്ഷായും സഭയിലെത്തി. ഇത്രയും ദിവസം സഭയിലെത്താത്ത വ്യക്തികൾ ഇന്ന് സഭയിൽ വന്നു. സഭയിൽ വന്നിട്ടുള്ള ഒരു വിരോധാഭാസം നിങ്ങൾ കേൾക്കണേ. സഭയിൽ വരുന്നു, സ്പീക്കറും വരുന്നു. സ്പീക്കർ ഓം ബിർള വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? സ്പീക്കർ വന്നിട്ട് ഈ പറയുന്ന ഒരു കൺക്ലൂഷൻ പ്രസംഗമില്ല, മറ്റൊന്നുമില്ല, വന്ദേ മാതരം ആലപിക്കുന്നു, ഉടനടി സഭാ സമ്മേളനം അവസാനിപ്പിക്കുന്നു എന്നേക്കുമായിട്ട്. മൺസൂൺ സെഷൻ തന്നെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാഴ്ച. എല്ലാവരും കരുതിയത് നരേന്ദ്രമോദിയും അമിത്ഷായും വന്നിട്ട് രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്നാണ്. മറുപടി പോയിട്ട് കമ എന്നൊരക്ഷരം മിണ്ടിയില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും. നാണം കെട്ട, നെറികെട്ട, മര്യാദയില്ലാത്ത, സഭാ നടപടികളോട് പോലും ഒരു ബഹുമാനവുമില്ലാത്ത ഒരു ഏർപ്പാട്. രാജ്യത്തെ ഭരണാധികാരി ഇത്രയധികം ഭയത്തോടു കൂടി ഭീരുത്വം കാണിച്ച ഒരു സന്ദർഭം മുമ്പൊരിക്കലും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 1000 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. 1000 ചോദ്യങ്ങൾ സഭാ തളങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട് ഇപ്പോഴും. ആ ചോദ്യങ്ങൾക്കൊന്നും ഒരക്ഷരം പോലും മുരിയാടാതെ നിങ്ങൾ നോക്കൂ, എന്ത് വിചിത്രമായ ഒരു സഭാ നടപടിക്രമമാണ്. സ്പീക്കർ കസേരയിലേക്ക് വരുന്നു, ഉടനടി മറ്റ് ഈ പറയുന്ന ഒരു സഭാ സമ്മേളനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ചില സംസാരങ്ങളൊക്കെ സ്പീക്കർ നടത്താറുണ്ട്.
അതുപോലുമില്ല. വരുന്നു, വന്ദേ മാതരം ചൊല്ലുന്നു, സഭ കൺക്ലൂഡാകുന്നു, പിരിഞ്ഞു പോകുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം പദ്ധതിയിട്ട് പ്ലാൻ ഇട്ടിട്ടാണ് ഈ സഭാ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾ അന്തരീക്ഷത്തിലാ, മറുപടികൾ പറയാൻ കഴിയില്ല. കാരണം മറുപടി പറഞ്ഞാൽ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ കസേരയിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരുമെന്നുള്ള ബോധ്യമാണ്. ഭയമല്ലാതെ വേറെന്താണ്? ചാണക്യനാണത്രേ, ചാണക്യൻ. ഒരു ചാണകവുമല്ല. പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇതിന് ചാണക്യ ബുദ്ധിയൊന്നല്ല. ഇതൊരിക്കലും ഒരു ചാണക്യ ബുദ്ധിയുമല്ല. ഇത് ഭീരുവിന്റെ പരിപാടിയാ. ഭീരുക്കളാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. പണം കൊടുത്ത് എല്ലാം കാൽ കീഴിലാക്കാമെന്ന് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് ഭീരുക്കളാ. കാരണം എന്താ? നേരായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ആ ഭീരുക്കള് രാമക്ഷേത്രം തന്നെ കൊള്ളയടിച്ച പണം കൊണ്ട് രാജ്യത്തെ അധികാര കേന്ദ്രങ്ങളെ വിലക്ക് വാങ്ങിയിട്ട് ആ അധികാര കേന്ദ്രങ്ങളിൽ ഇങ്ങനെ വിഹരിക്കുകയാ. അതിനപ്പുറം എന്താണ്? ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ അമിത്ഷാക്കായില്ല, നരേന്ദ്രമോദിക്കായില്ല. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ റീൽ ചെയ്തു. എന്തേ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് 2 വാക്ക് സംസാരിക്കാത്തത്? എന്തേ, സംസാരിക്കാൻ വിഷയങ്ങളില്ലാണ്ടാണോ? അതോ സംസാരിക്കേണ്ട ചോദ്യങ്ങളൊന്നും പാർലമെന്റിനകത്ത് ഉയരാത്തത് കൊണ്ടാണോ? 1000 ചോദ്യങ്ങൾ പാർലമെന്റിനകത്ത് ഉയർന്നില്ലേ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി മറുപടി പറഞ്ഞോ? റീൽ ഉണ്ടാക്കുന്ന നരേന്ദ്രമോദിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വിദ്യാർത്ഥികളെ അനുകരിച്ച് വിദ്യാർത്ഥികളെ കോപ്പിയടിച്ച് റീൽ ഉണ്ടാക്കുന്ന നരേന്ദ്രമോദിക്ക് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ത്രാണിയില്ലേ? ഇതാണോടോ വിശ്വഗുരു? ഇതാണോടോ ചാണക്യൻ? ആലോചിക്കണം നിങ്ങൾ. ഇത് ചാണക്യനും ഇത് വിശ്വഗുരു ഒന്നല്ല. ഇത് വെറും ചാണകവും മൂത്രവും മാത്രമാണ്. രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ആവശ്യത്തിലധികം രാജ്യത്തിൻ്റെ പൊതുമുതൽ വാരി വിതറി നൽകിയിട്ട് ആ കോർപ്പറേറ്റുകളുടെ പിൻബലത്തിൽ, രാജ്യത്തെ രാമക്ഷേത്രം കൊള്ളയടിച്ച പണത്തിൻ്റെ പിൻബലത്തിൽ, രാജ്യത്ത് ഗോമാതാവിനെ അറുത്ത് തുണ്ടമാക്കി പാക്കറ്റാക്കി അത് ഹലാൽ സ്റ്റിക്കർ മുട്ടിച്ച് കയറ്റുമതി ചെയ്ത ബിസിനസ്സിൻ്റെ പിൻബലത്തിൽ, രാജ്യത്തെ അധികാര കേന്ദ്രങ്ങൾ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കസേര പർച്ചേസ് ചെയ്തിട്ട് അതിലിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാ അല്ലെങ്കിലും രാജ്യത്ത് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷയോട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ചോദ്യം, ആരാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത്? ഈ ഒരൊറ്റ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രിയായ നിങ്ങളാണോ? അല്ലേ? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരൊറ്റ വാക്കിൽ മറുപടി പറയണം. അല്ലേ? വിദ്യാർത്ഥികൾ ആക്രമിച്ചു. ആരാ ആക്രമിച്ചത്? കേന്ദ്രസേന ആക്രമിച്ചു. അമിത്ഷയുടെ കീഴിലുള്ള സേന ആക്രമിച്ചു. RSSന്റെ ഗുണ്ടകൾ ആക്രമിച്ചു. അവർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെ ബീഹാറിൽ AK-47 ഉപയോഗിച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തിയടിയുണ്ടായി. വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. വിദ്യാർത്ഥികളുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു. അപ്പോ ഈ അക്രമം ആരാണ് നിർദ്ദേശം നൽകിയത് എന്ന ചോദ്യത്തിന്, ഒരൊറ്റ ചോദ്യത്തിന്, 1000 ചോദ്യങ്ങൾക്ക് വേണ്ട ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അമിത്ഷാ. പറഞ്ഞോ മറുപടി? ആ മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം മാളത്തിൽ ഒളിച്ചതും, ഒരു ദിവസം പുറത്തു ചാടി വിത്തിൻ സെക്കൻഡ് സഭാ സമ്മേളനം തന്നെ അവസാനിപ്പിച്ചു, സഭാ സമ്മേളനം കൺക്ലൂഡ് ചെയ്ത് വീട്ടിൽ പോയതും വെറുതെയല്ല. കാരണം ആ ഒരൊറ്റ ചോദ്യം, അതിന് മറുപടി പറയുകയാണെങ്കിൽ അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെയും കസേര തെറിക്കുമെന്നുള്ളതാ. ഭീരുക്കളല്ലാതെ ഈവറ്റകൾ ആരടോ? ആരാ പറഞ്ഞത് വിശ്വഗുരു ആണെന്ന്? ആരാ പറഞ്ഞത് ചാണക്യനാണെന്ന്? ഒരു മണ്ണാങ്കട്ടയുമല്ല. ഞാൻ പറഞ്ഞില്ലേ, വെറും സംഘ് പരിവാറിൻ്റെ ചാണകവും മൂത്രവും മാത്രമാണിത്. അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ ത്രാണിയില്ലാത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. ഏത് രാജ്യത്തുണ്ടോ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഭരണാധികാരി? ഈ ലോകത്ത് മറ്റേത് രാജ്യത്താണുള്ളത്? അല്ലേ? ഈ രാജ്യത്തെ നാണം കെടുത്താൻ ഒരു ഭരണകൂടം നമ്മളെ നയിക്കുകയാ.
പർച്ചേസ് ചെയ്ത കസേരകളിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ എന്തോ വലിയ സംഭവമാണെന്നാണൊക്കെ വിചാരിക്കുന്നത്, അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? ഒരു തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച് ഇലക്ഷൻ കമ്മീഷനെ പർച്ചേസ് ചെയ്ത് പ്രധാനമന്ത്രി കസേര പർച്ചേസ് ചെയ്ത് ആ കസേരയിൽ ചെന്നിരുന്നിട്ട് എന്താ അവകാശവാദം, എന്താ എന്തോ വലിയ സംഭവമാണ്, വിശ്വഗുരു. ഏതുപോലെയുണ്ട് നമ്മളെ മറ്റൊരു ചങ്ങാതി ഉണ്ടല്ലോ, ഏത് മാപ്പെഴുതി കൊടുത്തവൻ. ആ മാപ്പെഴുതി കൊടുത്തവൻ സ്വയമേ വിശേഷിപ്പിച്ചതുപോലെ വീർ. ഏത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീരു സ്വയം വിശേഷിപ്പിക്കുകയാ, സെൽഫ് ബ്രാൻഡിങ് നടത്തുകയാ. എന്താ പറയുന്നത്? വീറാണത്രേ, വീർ. ആലോചിക്കണം നിങ്ങൾ, എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിയേ. രാജ്യത്തെ ജനാധിപത്യത്തെയും രാജ്യത്തെ ഭരണഘടനയും അട്ടിമറിച്ച് ആ കസേരയിൽ ഇരുന്നിട്ട് രാജ്യത്ത് ഉയർന്നു വന്ന ഒരു ചോദ്യത്തിന് പോലും മറുപടിയില്ലാതെ അവസാന ദിവസം പാർലമെന്റിനകത്ത് വന്നിട്ട് വളരെ കൃത്യമായിട്ട് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി, ഒരു ചോദ്യവുമില്ല, ഒരു മറുപടിയുമില്ല, വരുന്നു, വന്ദേമാതരം ചൊല്ലുന്നു, പിരിഞ്ഞു പോകുന്നു, ഖത്തം ഖത്തം, ടാറ്റ ബൈ ബൈ. ആരോടാ ടാറ്റ ബൈ ബൈ പറയുന്നത്? രാജ്യത്തിൻ്റെ ജനാധിപത്യത്തോട്, രാജ്യത്തിൻ്റെ ഭരണഘടനയോട്. എന്നിട്ടും ഈ പറയുന്ന ചാണക സംഘികൾ തലയിൽ കൊണ്ടുവച്ച് നടന്നിട്ട് പറയുന്നത് എന്താ? വിശ്വഗുരുവാണത്രേ, മാങ്ങാ തൊല്ലിയാണ്, ചാണക്യനാണത്രേ. വിശ്വഗുരുവും ചാണക സംഘികളുടെ ഒരു കാര്യം അല്ലേ? ഒരൊറ്റ ചോദ്യം, അതിന് മറുപടി പറഞ്ഞാൽ മതി, അതുപോലും ചെയ്തില്ലല്ലോ. എന്തേ? ഭയമാണ്, ഭീരുക്കളാണ്. ആരെപ്പോലെ? സവർക്കർ എന്ന് പറയുന്ന കാല് നക്കിയവനെ പോലെയുള്ള ഭീരുക്കൾ. ആ ഭീരുക്കൾ ഇവരെ ഇന്നും ആ ഭയം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാ. ഈ രാജ്യം ഉള്ള കാലത്തോളം ഈ ഭയം സംഘപരിവാറിനെ വേട്ടയാടും. ആരൊക്കെ വന്നാലും, ആരൊക്കെയാണ് ഇവരുടെ നേതൃത്വത്തിൽ വന്നാലും ആ ഭയം നിരന്തരമായി ഇവരെ വേട്ടയാടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്.